അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ രാവിലത്തെ ഒരു ശകലം പാചകത്തിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല അടിപൊളി ഒരു ഹെയർ സ്റ്റൈലാണ്. ഒരുപാട് നാളായില്ലേ ഞാൻ ഹെയർ സ്റ്റൈൽ കാണിച്ചിട്ട്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നി കൂട്ടുകാരെ ഹെയർ സ്റ്റൈൽ കാണിച്ചിട്ട് ഒരുപാട് നാളായല്ലോ, അപ്പൊ ഇന്ന് അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു കണ്ടന്റ് അതാണ്. രണ്ടാമത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ചയ്ക്ക് എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അപ്പം മോൻ വന്ന കാര്യം എല്ലാവർക്കും അറിയില്ല. അപ്പൊ മോൻ പറഞ്ഞു ഹരിപ്പാടെങ്ങാണ്ടൊരു സഞ്ചാരി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടുത്തെ ചെഫ് പിള്ള എന്ന് പറയും. കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. ഭയങ്കര ഫേമസ് ഫുഡാണ് അവിടുത്തെ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം പിള്ളേർ രണ്ടും പറഞ്ഞു നമുക്ക് ഇന്ന് അവിടെ പോയി കഴിക്കാം, ഇന്ന് അമ്മയ്ക്ക് റെസ്റ്റാണ് കിടക്കളി. എനിക്ക് കേട്ട മതി കേൾക്കാത്ത മതി, ഭയങ്കര സന്തോഷമാണ്. ഹരിപ്പാടാണ്, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം അവിടെയൊക്കെ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മക്കൾ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. നമുക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മുടെ കിച്ചൺ ഒരു റെസ്റ്റ് ഒക്കെ വേണമല്ലോ അല്ലേ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ ഇന്ന് ഇടിയപ്പമാണ്. ഇടിയപ്പവും മുട്ടക്കറി. ഇടിയപ്പവും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കി വന്നപ്പം നമ്മുടെ അടുക്കള ഒരു പൂരപ്പറമ്പായി. എല്ലാവരുടെയും ഇതുപോലെ തന്നെ അല്ലേ. രാവിലെ ജോലി ചെയ്യുമ്പം ഭയങ്കര തിരക്കാണ്. നമ്മൾ കിട്ടുന്ന എല്ലാം എടുത്തിടും. ഇത് കണ്ടോ, എന്നെ നോക്കി സിങ്കി നിറച്ച് പാത്രം കിടപ്പുണ്ട്. ഇതിപ്പോൾ രാവിലത്തെ ജോലി കഴിഞ്ഞതിൻ്റെ മാത്രമാണ്. ഇവിടെ എല്ലാം കിടപ്പുണ്ട്. ബീൻസൊക്കെ മെഴുക്കുരട്ടി വെക്കാമെന്നും വെച്ചിട്ട് ഇതാ എടുത്തിട്ടിരിക്കുന്നു. കണ്ട എൻ്റെ അടുക്കളയിലെ കോലാഹലം കണ്ടോ രാവിലത്തെ. എൻ്റെ എന്നല്ല, എല്ലാവരുടെയും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലി കഴിയുമ്പോഴല്ലേ പയ്യനെ എല്ലാം അടുക്കിപ്പറക്കി വെച്ചാൽ മാത്രമേ സമാധാനം ആകത്തുള്ളൂ അല്ലേ. ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് കലിയ. അപ്പം ഞാൻ ഈ പാത്രം എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് എല്ലാം ഒന്ന് അടുക്കിപ്പറക്കിയൊക്കെ ഒന്ന് വെക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി കേട്ടോ, പോകാനായിട്ട് തയ്യാറായി നിൽക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അടുക്കളയിലൊന്നും ഉച്ചയ്ക്കൊന്നും വെക്കണ്ടല്ലോ അല്ലേ. എല്ലാം റെഡിയാക്കി എല്ലാം ഫ്രിഡ്ജിനകത്ത് കയറ്റി. എല്ലാം ഞാൻ ഒരുമാതിരിയൊക്കെ ചെയ്തു വെച്ചേ. അപ്പോഴാ മക്കള് പറഞ്ഞേ നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ രക്ഷപ്പെട്ട് ബാക്കിയൊന്നും ചെയ്തൊന്നുമില്ല, എല്ലാം എടുത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. അവരുടെ കിടന്ന് ഒരുങ്ങുന്നുണ്ട്, നമുക്കൊന്ന് കാണാം. ഒരാള് റെഡിയായി, അടുത്ത ആള് കണ്ടോ ഭയങ്കര ഒരുക്കാ. നോക്കിക്കേ, തലയിലൊക്കെ എന്തൊക്കെയോ വാരിക്കോരി തേക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് മുഖത്ത് തേക്കും. എന്റെ ദൈവമേ, നമുക്കിത്ര ഒരുക്കില്ലല്ലേ കിച്ചേ. കണ്ടോ, എന്നിട്ട് എന്താ കാണിക്കുന്നതെന്ന് കണ്ടല്ലോ, ബെഡ്ഷീറ്റിലോട്ട് തുടയ്ക്കുക. ഇതൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടി. എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ മിക്കവാറും. അപൂർവം പിള്ളേരൊക്കെ അടുക്കിപ്പറക്കിയിടും. ഈ മുറിയുടെ വിശേഷം കണ്ടാൽ നിങ്ങളോടും. ഞാനായിരുന്നപ്പോൾ എല്ലാം അടുക്കിപ്പറക്കി വെക്കുമായിരുന്നു. ഇത് കണ്ടോ, എല്ലാം വാരി വലിച്ച് ഇട്ടിട്ടുണ്ട്. വല്ലയിടത്തൂടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുകയേ വേണ്ട, എടുക്കുന്ന എല്ലാം എടുക്കുന്ന എറിഞ്ഞ് കളയും കേട്ടോ. തോർത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം തോർത്തൊന്നും എടുക്കത്തില്ല. അവിടെ ഏതാ കാണുന്നതെന്ന് വെച്ചാൽ അത് തന്നെ എടുക്കും. ഇത് കണ്ടോ, ഇതൊക്കെ കണ്ട ഭീകരമായ ഒരു അന്തരീക്ഷം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് കണ്ടോ. ഇതൊക്കെയാണ് പരിപാടി. ഇപ്പം ഞാൻ തന്നെ വിചാരിച്ചു അടുക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. കണ്ടോ, അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി. കാറൊക്കെ ഇറക്കുന്നു. ഇന്ന് മൂത്തയാളാട്ടോ വണ്ടി ഓടിക്കുന്നത്. ഇളവനോടെ കണ്ണാടിയും വെച്ച് വലിയ ആളം കളിച്ച് നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിൽപ്പുണ്ട്. എനിക്കിന്ന് അയൽക്കൂട്ടമുണ്ട്. അറിയത്തില്ല അയൽക്കൂട്ടത്തിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. നേരത്തെ വന്നാൽ പോകാം. എന്തായാലും ഞാൻ എൻ്റെ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചേച്ചിയെ ഏൽപ്പിക്കാൻ നോർത്തു. എങ്ങാനും താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത് ശരിയല്ലല്ലോ. നമ്മുടെ കയ്യിൽ അത് കൊടുത്തിട്ട് പോകാൻ വയ്യായിരുന്നോ എന്ന് ആലോചിക്കത്തില്ല. അത് ശരിയല്ലേ. അപ്പം ഞാൻ ഓർത്ത് അത് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം കാറൊക്കെ തിരിച്ച് ഇടുന്നു. ഞങ്ങളങ്ങനെ തോട്ടപ്പള്ളിയായി. ഇതൊക്കെ ആലപ്പുഴക്കാർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ, തോട്ടപ്പള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാത്തവർക്കൊന്നും അറിയാനായിട്ട് പാടാം. അപ്പുറത്തുണ്ടല്ലോ കടലാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കടലാണ് തോട്ടപ്പള്ളി. സൈക്കിളുകാരന്മാർക്ക് വേറെ സെപ്പറേറ്റ് കേട്ടോ. ഇനിയും കുറച്ചും കൂടി ദൂരമുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. നല്ല വെയിലുണ്ട് കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്ക് ശരിക്കും നല്ല മഴക്കോളുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ മഴക്കാറൊക്കെ മാറി നല്ല വെയിലൊക്കെയാണ്. നല്ല
രഘുചേട്ടൻ ഈ ഫോണിനകത്ത് കുത്തിക്കൊണ്ട് സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ നോക്കിയേ ഉണ്ടോ, പരീക്ഷയ്ക്ക് പഠിക്കുക, പരീക്ഷയ്ക്ക്. പിന്നെ അവർ രണ്ടും പിന്നെ എന്തോ ലോകകാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങള് ഹരിപ്പാടുള്ള സഞ്ചാരി എന്ന് പറയുന്ന ഹോട്ടലിൽ കഴിക്കാനായിട്ട് എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ചെഫ് പിള്ളെ എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിക്കാരൻ്റെ ഈ റെസ്റ്റോറൻ്റൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റൊക്കെയാണെന്ന് എല്ലാവരും പറയുന്നു. എനിക്കറിയത്തില്ലായിരുന്നു, മക്കൾക്കൊക്കെ അത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് വരുവാ കേട്ടോ. ഈ ആലപ്പുഴയിലാണ് കിടക്കുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം മക്കൾ പറഞ്ഞു ഒരുപാട് നാളായില്ല നമ്മളെല്ലാവരും കൂടെ വെളിയിൽ പോയി കഴിച്ചിട്ടെന്ന്. അപ്പം പിന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനമൊക്കെ ആയിരുന്നു. ഇതാ ഇപ്പം ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അവിടെ ക്രിസ്മസ് ഒക്കെ അല്ലായിരുന്നു. അതിപ്പം അതിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നെന്ന് തോന്നുന്നു. അത് നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ പപ്പയൊന്നും അവർ മാറ്റിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പം അകത്ത് കയറുമ്പോഴത്തേക്കും വിശാലമായ ഒരു ഹോളാണ്. നല്ല നല്ല അന്തരീക്ഷമാണ് കേട്ടോ, നല്ല അടിപൊളി അന്തരീക്ഷമാണ്. അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേ ആൾക്കാരൊക്കെ വരുന്നത് കണ്ടു. അപ്പം ഞങ്ങൾ ദാ ഒരിടത്ത് കയറി സ്ഥലം പിടിച്ചു. ദാ അപ്പുറത്തെ സൈഡിൽ അച്ഛനും മോനും ഇരുന്നു, ഇപ്പുറത്തെ സൈഡിൽ ഞാനും ഇളയ മോനും കൂടെ ഇരുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ അവർ മെനു കൊണ്ടുവരുമല്ലോ. മെനു കൊണ്ടുവന്ന് കഴിയുമ്പോഴല്ലേ നമ്മൾ എന്താ വേണ്ടേ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കി പറയുന്നത്. എനിക്ക് പക്ഷെ അങ്ങനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്നും കഴിക്കത്തില്ലല്ലോ. അപ്പം ഇവർ പറഞ്ഞു എപ്പോഴും ചിക്കൻ അല്ലേ, ഇതേ മെനു കൊണ്ടുവന്നു. അപ്പം അവർ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം എപ്പോഴും ചിക്കൻ അല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് നമുക്കിന്ന് ചിക്കൻ വേണ്ട, മീൻ കഴിക്കാം. മോനൊക്കെ ആണെങ്കിലും എപ്പോഴും ചിക്കനൊക്കെ വെളിയിൽ നിന്ന് കിട്ടുന്നതല്ലേ, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ന് നമുക്ക് മീൻ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് മീനാണ് ഇന്നെല്ലാം ഓർഡർ ചെയ്തത്. ആദ്യം തന്നെ സൂപ്പ് കൊണ്ടുവന്നു. സൂപ്പ് ദാ മക്കള് കഴിക്കുന്നുണ്ട്. രഘുചേട്ടൻ ഒരു സകല അങ്ങാട്ട് കഴിച്ചു. ഞാൻ ഒട്ടും നോക്കത്തില്ല, എനിക്കതൊന്നും ഒട്ടും താല്പര്യമില്ലാത്തതാണ്. പിന്നെ അവർ രണ്ടാമത് കൊണ്ടുവന്നിരിക്കുന്നത് കൈതച്ചക്കയും പച്ചമാങ്ങ സലാഡാണ്. നല്ല അടിപൊളി സൂപ്പറാട്ടോ. ഞാൻ ഇതുപോലെ അത് കഴിച്ചിട്ടില്ല, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഗോലി ഫ്രൈ വാങ്ങിച്ചായിരുന്നു. അത് 2 ആഗോലി തവ ഫ്രൈ മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തവ ഫ്രൈ വേണ്ട, അത് ഞാൻ കഴിക്കത്തില്ല, എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല, എനിക്ക് വെളിച്ചെണ്ണയിൽ വറുത്തത് മതി എന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത്. പക്ഷേ കൊണ്ടുവന്നപ്പം എന്നെക്കാട്ടിലും വലുത്, ഇത്രയും വലുതാണോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന വലിപ്പമേ മീനിനുള്ളെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇല്ലെങ്കിൽ അത് ഒരെണ്ണം, ഈ 2 തവ ഫ്രൈക്ക് പകരം ഒരെണ്ണം പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഒരെണ്ണം വെളിച്ചെണ്ണയിൽ വറുത്തതും പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു. മക്കളും 2 ചോറും വാങ്ങിച്ചു. അപ്പം രഘുചേട്ടൻ വാങ്ങിച്ചത് ബിരിയാണി ആയിരുന്നു. രഘുചേട്ടന് ബിരിയാണി മതിയെന്ന് പറഞ്ഞു, ബിരിയാണി വാങ്ങിച്ചു. ഇത് കൂടാതെ അപ്പവും പിന്നെ നൂൽ പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നെന്മീനാണ്, നെന്മീൻ നിർവാണ. അതും ഞാൻ കഴിക്കത്തില്ല, അതും എനിക്കിഷ്ടമല്ല. അത് തേങ്ങാപ്പാലിനകത്ത് എനിക്ക് ഈ മീനെന്ന് പറയുമ്പോൾ അതിനൊക്കെ നല്ല എരിവും പുളിയും ഒക്കെ വേണം. അല്ലാണ്ട് എനിക്ക് ഈ തേങ്ങാപ്പാലിനകത്ത് വെച്ച് കറിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും നല്ല സൂപ്പർ ഫുഡെന്ന് പറഞ്ഞാൽ സൂപ്പർ അടിപൊളി ഫുഡാണ്. ഇതുവരെ ഇവിടെ ഞാൻ വന്നിട്ടേ ഇല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടെ നിന്നൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ദൂരമുണ്ട്. പക്ഷെ എന്നാലും നമ്മളിവിടെ വന്നിട്ടില്ല. ഈ മക്കൾക്കല്ലേ ഇതൊക്കെ അറിയാവുന്ന, നമ്മളെക്കാട്ടിലും കൂടുതൽ സത്യത്തിൽ. ഇത് ചട്ടി മീൻ കറി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെന്മീനാണ്. പക്ഷെ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മുളകിനകത്ത് വെച്ച അടിപൊളി മീൻ കറിയായിരുന്നു. അപ്പം അതാ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരുവാണ്. ഇനി പോയി കിടന്നാ മതിയെന്ന് അതുപോലായി. പക്ഷെ ഞാൻ സകലേ കഴിക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് നമ്മുടെ വയറിനൊരു ഗ്യാപ്പ് ഇട്ട് വേണം കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരിയാകത്തില്ലല്ലേ നമുക്ക് എപ്പോഴും, അല്ലെങ്കിൽ ശ്വാസം മുട്ടലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളൊരു ടെൻഡർ കോക്കനട്ടിന്റെ ഫലൂഡയും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. അത് ഒറ്റ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് ഞങ്ങൾ 4 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പം അത് പക്ഷെ അത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടെൻഡർ കോക്കനട്ടിന് നല്ല ടേസ്റ്റാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ആദ്യം നമ്മൾ ഇങ്ങനെ മുടി ഒന്ന് കെട്ടണം. മുടിയിലെ ഉടക്കൊക്കെ നന്നായിട്ട് കളയണം. എന്നിട്ട് മുടി നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. സാധാരണ റബ്ബർ ബാൻഡ് എടുക്കരുത്, മുടി മുഴുവൻ പോകും കേട്ടോ. നമ്മുടെ ഇങ്ങനത്തെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയൊന്നും പൊഴിയത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്തിട്ട് മുടി കെട്ടുക.
ഇത് രണ്ടായിട്ട് കെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു മടക്ക് മതി. കണ്ടോ, ഇങ്ങനെ ഇട്ടു. ഇനി ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ബുഷാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഹെയർ പിൻ ഇല്ലേ, ഹെയർ പിൻ വെച്ചിട്ട് ഈ എന്ത് പറയുന്നത് ഇതിന് ഈ ഇതില്ലേ വട എന്നൊക്കെ നമ്മൾ പറയൂല അല്ലേ, വടയില്ലാതെ കെട്ടുന്ന, വട വെച്ച് കെട്ടുന്നതാണ് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ സൈഡിലൊക്കെ നമ്മൾ ഹെയർ പിൻ കുത്തി വെക്കുന്നത് കേട്ടോ. ഇതുപോലെ കുത്തി വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ആക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മുടി പകുത്തെടുക്കുക. കുറച്ച് മുടിയുള്ളവർക്കും കുഴപ്പമില്ല, ഇത് നീളം കൂടിയ മുടിയാകുമ്പോഴത്തേക്കും കുറച്ച് പാടാം. എന്നിട്ട് നമ്മൾ ഈ മുടി ഇങ്ങനെ നന്നായിട്ട് വിരിച്ച് വെക്കുക. ഈ മുടിയും നന്നായിട്ട് വിരിച്ച് ഇങ്ങനെ വെക്കുക കണ്ടോ. ഇത് കുറച്ച് നനഞ്ഞ മുടിയായതുകൊണ്ടായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ കുളിച്ചതേ ഉള്ളൂ. ഇങ്ങനെ മുടി നന്നായിട്ട് വിരിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു റബ്ബർ ബാൻഡും കൂടി ഇടുക. ഇതുപോലത്തെ കാണാമല്ലോ നിങ്ങൾക്ക്, കണ്ട ഇങ്ങനെ ഇടുക. അപ്പം ഇതിങ്ങനെ നിൽക്കും കേട്ടോ. ഇത് ഇപ്പം നമുക്ക് ഈ തിരുവാതിര, ഡാൻസ് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുന്നവർ ഇതുപോലെ കെട്ടണം. നമുക്ക് ഇതുപോലെ കെട്ടിയാലല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഈ കെട്ടണമെങ്കിൽ ഇനി ആരും എങ്ങോട്ടും പോകണ്ട, ഇത് നോക്കി പഠിച്ചേച്ചാൽ മതി കണ്ടോ. അപ്പം ഇങ്ങനെയായി. ഇനി നമ്മൾ ഈ കിടക്കുന്ന മുടി ഇങ്ങനെ എടുത്തിടുക കണ്ട. ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ പുറമോട്ടിടുക. എന്നിട്ട് ഈ മുടിയെ വീണ്ടും നമ്മളിങ്ങനെ രണ്ടായിട്ട് പകുത്തിട്ട് കണ്ട, പകുത്തിട്ട് ഈ മുടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഈ മുടി ഇങ്ങോട്ട്, മനസ്സിലായോ? ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നിങ്ങൾ ഇതിന് ചുറ്റിലും ഹെയർ പിന്ന് കുത്തി കൊടുക്കണം. അല്ലാണ്ട് ഇതിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇത് ഇവിടുന്ന് ഇങ്ങനെ പോരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ മുടിയും അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് ഈ സൈഡത്തെ മുടി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പിരിച്ചെടുക്കാം. ഇതിങ്ങനെ ഇതുപോലെ നമ്മൾ പിരിച്ചെടുക്കാം. മുഴുവൻ പിരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി വെക്കുക. നീളം കുറച്ച് മുടിയുള്ളവർക്കുണ്ടല്ലോ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒരുപാട് നീളം ഉണ്ടെങ്കിൽ കുറച്ച് പാടായിട്ട് തോന്നും കേട്ടോ. ഇതിപ്പോൾ നനഞ്ഞ മുടിയായിട്ടാണ്. ഉണങ്ങിയ മുടിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല സ്റ്റൈലായിട്ടിരിക്കും. ഇത് കുറച്ച് നനഞ്ഞ മുടിയായതുകൊണ്ടുള്ള കുഴപ്പമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? കൊള്ളാമോ? പെട്ടെന്ന് ഞാൻ കെട്ടിയില്ലേ, പെട്ടെന്ന് കെട്ടിയെടുത്ത് മുടി. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റൈലിന് കേട്ടോ, ഇത് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഒരു സ്റ്റൈലിന് കണ്ടോ, ഇങ്ങനെയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഹെയർ സ്റ്റൈൽ എല്ലാവരും കെട്ടി നോക്കണം. ഒരു പാടുമില്ലാത്ത നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കെട്ടാൻ പറ്റിയ ഒരു നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. സാരിയൊക്കെ കൊടുത്തിട്ട് ചുറ്റും മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ഒരു പാടുമില്ല. ഞാൻ കാണിച്ച രീതിയിൽ തന്നെ കെട്ടി നോക്കുക, അടിപൊളിയാണ് കേട്ടോ, ഒരു പാടുമില്ല. അപ്പം നിങ്ങൾ പറയും മുടിയുള്ളവർക്ക് 4 പാടും കെട്ടാം. അങ്ങനല്ല, കുറച്ച് മുടിയുള്ളവർക്കായാലും കെട്ടാം. ഈ നീളമൊക്കെ മതി കെട്ടാനായിട്ട്, നല്ല സൂപ്പറായിട്ട് കെട്ടാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല ഉണങ്ങിയ മുടിയിൽ അത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാ. എന്റെ മുടിക്ക് കുറച്ച് നനവുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ ചെയ്തതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ.